പ്രിയ കലാസ്നേഹികളെ, അടുത്തൊരു ബെല്ലോടുകൂടി കോക്കമംഗലം സെയിൻറ്റ് അൽഫോൻസ യൂണിറ്റ് അവതരിപ്പിക്കുന്ന ഏദനിലെ പറവകൾ ഇതാ ആരംഭിക്കുകയാണ്. സഹൃദയരെ, പണ്ട് കൂട്ടുകുടുംബ വ്യവസ്ഥയിലായിരുന്ന നമ്മുടെ ഭവനങ്ങളിൽ നിന്നും ഇന്ന് കാണുന്ന ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് എത്തിച്ചേർന്ന സാഹചര്യത്തിലേക്ക് ഒരു യാത്ര. പണ്ട്, വളരെ പണ്ട്, മധ്യ കേരളത്തിലെ ഒരു പുരാതന ക്രൈസ്തവ കുടുംബം. വർഷം 1950. ഇതാണ് കൊച്ചൗദ ആൻഡ് ഫാമിലി. പാവായ്ക്കും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ബാവായ്ക്കും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അതെന്താടി മറിയക്കുട്ടി ആ കുട്ടിയുടെ അടിയില്? അത് അപ്പ ഇന്ന് പള്ളിക്കൂടം വിട്ടു വരുന്ന വഴി കിട്ടിയതാ. ഇതിനെ നമുക്ക് വീട്ടിൽ വളർത്തിയാലോ? എന്റെ കർത്താവേ, ഞാനിത് എന്നതായി കാണുന്നേ? കൊണ്ടുപോയതിനെ അസത്ത്. ഇവിടെ കുട്ടിക്ക് കിടക്കാൻ സ്ഥലമില്ല, അപ്പോഴാ പട്ടിക്ക്. ഹോ, ഈ 12 എണ്ണത്തിനെ കൊണ്ട് ഞാൻ തോറ്റു. വല്ല 5 or 6 വല്ലതുമായിരുന്നെങ്കിൽ പിന്നെയും ഉണ്ടായിരുന്നു. നീ ഇങ്ങനെ പ്രാകാതിരി മറിയക്കുട്ടി. തമ്പുരാൻ നമ്മളെ സ്നേഹിച്ചത് കൊണ്ടല്ലേടി നമുക്ക് ഈ 12 കുട്ടികളുണ്ടായത്. നിങ്ങളിത് കേൾക്കണം കേട്ടോ. ഇങ്ങേര് 12 പ്രാവശ്യം എന്നെ സ്നേഹിച്ചതിൻ്റെ ബലമാ ഇന്നീ ഓടി നടക്കണത്. ദേവോണ് നിങ്ങളുടെ 12ാമത്തെ സ്നേഹം. അതെ, ഇതൊരു സ്വർഗമായിരുന്നു. അങ്ങനെ കൊച്ചൗദയുടെ കുടുംബം പടന്ന് പന്തലിച്ചു. ഇപ്പോൾ വർഷം 1990. കൊച്ചൗദയുടെ 3ാം തലമുറ ജോണിക്കുട്ടി ആൻഡ് ഫാമിലി. ലില്ലിയേ, എടി ലില്ലിക്കുട്ടിയേ. എന്നതാണ് മനുഷ്യ, എനിക്ക് അടുക്കളയിൽ 100 കൂട്ടം പണിയുള്ളതാ. ഇന്ന് നമ്മുടെ മോൻ വരുവല്ലേ? അതേടി, ഞാനും ഇന്ന് വലിയ സന്തോഷത്തിലാ. ഇത് സാധാരണ വരുന്ന പോലെ അല്ലടി. ഇപ്രാവശ്യം ഒരു വിശേഷമുണ്ടെന്നല്ലേ അവൻ പറഞ്ഞത്. നിനക്ക് വല്ലതും മനസ്സിലായ? എന്നാൽ എനിക്ക് ചിലതൊക്കെ മനസ്സിലായടി. അവനെ അവിടെ നിർത്തി നമ്മുടെ കൂടെ ജീവിക്കാനാണ് വരുന്നത്. ശരിയാ, എനിക്കും തോന്നി. റോസിയും ഭയങ്കര സന്തോഷത്തിലാ. എന്തോ മറച്ചു പിടിക്കുന്ന പോലുണ്ട്. ആള് നിലത്തൊന്നുമല്ല. ഓ, ഈ പെണ്ണിന്റെ ഒരു കാര്യം തൂത്തിടും തുടച്ചിടും മതിയാകുന്നില്ലേ റോസി? അവൻ കാണാത്ത വീട് വല്ലതുമാണോ ഇത്? അപ്പച്ചാ, അമ്മച്ചി. എന്റെ മോള് വന്നല്ലോ. കേറി വാ മക്കളെ. എന്റെ പൊന്നപ്പച്ച, ഇങ്ങേര് ഇന്നലെ തൊട്ട് 2 ഗ്ലാസും കെട്ടിപ്പിടിച്ചിരിപ്പ. ഇങ്ങോട്ട് പോരാൻ എന്നേലും ധൃതി ഇങ്ങേർക്കായിരുന്നു. അത് പിന്നെ എന്റെ അളിയൻ വരുമല്ലോ. എന്റെ പൊന്നളിയനുണ്ടല്ലോ, ദേ കൊണ്ടുവരും. അത് നന്നായിടാ മകനെ. ഇനി ഗ്ലാസും വെള്ളമെടുത്ത് സമയം കളയണ്ടല്ലോ. അല്ലേലും ഇക്കാര്യത്തിൽ നിങ്ങൾ ഒറ്റ കെട്ടാണല്ലോ. എന്റെ അളിയൻ വന്നേ. 14ാം രാവിന്റെ പിറ പോലെ വന്നല്ലോ, പനിനീരിൻ കണവത്ത് കുടമുല്ല പുതല്ലോ, മണിമുത്തും പൊന്നിന്റെ ഉടവാളും ഉണ്ടല്ലോ, മരുഭൂവിൽ നിന്നല്ലോ സുൽത്താനം വന്നല്ലോ. എന്തൊക്കെയുണ്ടടാ മോനെ വിശേഷങ്ങൾ? നീ ആകെ ക്ഷീണിച്ചു പോയല്ലോ. നിനക്കെവിടെ തിന്നാനൊന്നും കിട്ടുന്നില്ലേ? കേട്ടോടി ലില്ലിക്കുട്ടി, ഇനി വേണം നമുക്കിവനെ ഒന്ന് പുഷ്ടിപ്പെടുത്തി എടുക്കാൻ. അതെ അതെ, ഞാൻ എൻ്റെ മോൻ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിരിക്കണെന്ന് അറിയാമോ? നല്ല കുരുമുളക് ഇട്ട് വെച്ച പോത്തിറച്ചിയുണ്ട്, നല്ല നാടൻ താറാവ് കറിയുണ്ട്. എൻ്റെ മോൻ ഇഷ്ടമുള്ള എല്ലാം ഉണ്ട്. ഓ, കേട്ടിട്ട് കൊതിയാവുന്നു. എന്നാ പിന്നെ ഇനി ഭക്ഷണം കഴിച്ചിട്ടാവാം ബാക്കി കാര്യങ്ങളൊക്കെ. മോളിക്കുട്ടി, നിങ്ങൾ ഭക്ഷണം എടുത്ത് വെക്ക്. ദാ ഞങ്ങൾ വരുന്നു.
നമ്മുടെ നാടൊക്കെ അങ്ങ് ആകെ മാറിയിരിക്കുന്നു. 2 കൊല്ലം ആയില്ലേ ഞാനിവിടുന്ന് പോയിട്ട്. ആടൊക്കെ അവിടെ നിൽക്കട്ടെ അളിയാ. അളിയനെന്തോ സന്തോഷ വാർത്ത പറയാനുണ്ടെന്നല്ലേ പറഞ്ഞത്? എന്താണ്, എനിക്കുള്ള വിസ വല്ലതും റെഡി ആയോ? ഞാൻ കുറേ നാളായി പറയാൻ തുടങ്ങിയിട്ട്. അളിയൻ്റെ കാര്യമൊക്കെ ഞാനവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും അല്ലളിയാ കേട്ടോ അപ്പച്ച. അല്ലെങ്കിൽ വേണ്ട. റോസിയേ, അമ്മച്ചി, എല്ലാവരും ഒന്ന് ഇങ്ങ് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. വാ വാ, ഇങ്ങ് വന്നേടാ കുട്ടാ. ആ, എല്ലാവരും ആയല്ലോ. അപ്പച്ച, അമ്മച്ചി, ഇനി ഞാനതങ്ങ് പറഞ്ഞേക്കാം. ഇത്തവണ ഞാൻ ലീവ് കഴിഞ്ഞ് പോകുമ്പോൾ റോസിനെയും പിള്ളേരെയും കൂടെ അങ്ങ് കൊണ്ടുപോവാ. എൻ്റെ അറബാബ് എനിക്ക് ഫാമിലി സ്റ്റാറ്റസ് തന്നു. ആ, ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് ഒക്കെ ഒരു ജോലിയൊക്കെ നോക്കണം. എന്താ മക്കളെ, സന്തോഷമായില്ലേ? അടിപൊളി. അല്ലേ വേണ്ട, കാപ്പി കുടിച്ചിട്ട് പോവാം. വാ മക്കളെ, പപ്പ നിങ്ങളുടെ കളിപ്പാട്ടങ്ങളൊക്കെ കാണിച്ചു തരാം. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു ലില്ലിക്കുട്ടി. അവസാന കാലത്ത് അല്പം വെള്ളം തരാൻ ആരെങ്കിലും കാണുമോ? അല്ലെങ്കിലും മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കണ്ടെന്നല്ലേ പണ്ട് കാർന്നോന്മാർ പറഞ്ഞിരിക്കുന്നത്. സഹിക്കുകയല്ലാതെ എന്തു ചെയ്യാൻ? അവസാനം എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രം. കാലചക്രം വീണ്ടും കടന്നുപോയി. ഇത് വർഷം 2025. കൊച്ചൗതയുടെ 5ാം തലമുറ, ടോണിച്ചൻ ആൻഡ് ഫാമിലി. ആരിവൻ കല്ലും തൂക്കിപ്പോയിടുന്നോൻ, പൈതൽ പോലെ തോളുമേലെ തൂക്കിപ്പോയിടുന്നോൻ. ആരോരും കണ്ടതില്ല, ആരുമേ കേട്ടുമില്ല. അത് തന്നെ, ഇതൊക്കെ ആര് കാണാൻ? ഇവിടെ ഒരുത്തി ഉണ്ടായിരുന്നല്ലോ. ബേബേ, എന്റെ അമ്മേ, ആരാ? അയ്യോ, ഇത് ഞാനാ ടോണിച്ച. ഇതെന്ത് കോലമാടി? അതൊക്കെ ഉണ്ട്. ടോണിച്ചിട്ട് ഇതൊന്ന് പിടിച്ചേ, എന്നിട്ട് ആ പാട്ടൊന്നിട്ടേ. ഒന്നിട്. ടോണിച്ച, അതെന്താ നിർത്തിയേ? അല്ല, എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. നിനക്കിത് എന്തിന്റെ കേടാടി? ടോണിച്ച, ഇതൊക്കെയാണിപ്പോ ട്രെൻഡ്. എനിക്ക് ഇൻസ്റ്റയിൽ ഒരു റീൽ ഇടാനാ. ഇന്നലെ സൂസൻ ഒരു ഡാൻസ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ വിടാൻ പറ്റുമോ? നമുക്കും ഇതൊക്കെ അറിയാമെന്നൊന്ന് കാണിക്കണ്ടേ? സൂസന്റെ ഡാൻസ് അല്ലേ? അത് കലക്കലായിരുന്നു. അത് ടോണിക്ക് എങ്ങനെ അറിയാം? അത് പിന്നെ സൂസന്റെ ഡാൻസ് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടതല്ലേ. ദേ, മോൻ വിളിക്കുന്നുണ്ട്. ഇതൊന്ന് കഴിഞ്ഞോട്ടെ. ആ പിന്നെ, ഇന്നലെ സണ്ണിച്ചായൻ പറഞ്ഞ കാര്യം അവനോട് പറയാൻ മറക്കല് കേട്ടോ. ആ മോനെ, എന്തുണ്ട് വിശേഷം? എത്ര ദിവസമായിടാ നീ വിളിച്ചിട്ട്? ആ മമ്മി, സുഖമായിരിക്കുന്നു. ഐ വാസ് സോ ബിസി മമ്മ. ആ മോനെ, കാനഡയിൽ തണുപ്പൊക്കെ കുറഞ്ഞോ? ഞങ്ങൾ ന്യൂസിൽ കണ്ടായിരുന്നു. ഡാഡി, ഇപ്പൊ തണുപ്പൊക്കെ കുറഞ്ഞു വരുന്നു. എടാ മോനെ, ഇന്നലെ നമ്മുടെ സണ്ണിച്ചായൻ പാലായെന്നൊരു ആലോചന കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല കൂട്ടരാ. നമുക്ക് ഒന്ന് ആലോചിച്ചാലോ? നമ്മുടെ ആഗ്രഹം പോലെ നല്ല ജോലിയൊക്കെ ആയില്ലേ? അതും അങ്ങ് കാനഡയിൽ. ഇനിയൊരു കല്യാണമൊക്കെ ആകാം അല്ലേ? കല്യാണമോ? ഡാഡി എന്തായി പറയുന്നേ? അതൊക്കെ വലിയ തലവേദന പിടിച്ച പരിപാടികളല്ലേ. കല്യാണം, കുട്ടികൾ, കുടുംബം. ഓ ഗോഡ്. ദേ, ഡാഡിയും മമ്മിയും കേൾക്കാൻ വേണ്ടി ഞാനൊരു കാര്യം പറയുക. ഞാനിവിടെ ഒരു കുട്ടിയുമായി ലിവിങ് ടുഗദറാണ്. ഒരു കനേഡിയൻ ഗേൾ, മാർഗരറ്റ്. ഞങ്ങൾ കല്യാണത്തെ പറ്റിയൊന്നും ചിന്തിക്കുന്നേ ഇല്ല. എന്ത് കല്യാണം വേണ്ടെന്നോ? ലിവിങ് ടുഗദറോ? നീ എന്തൊക്കെയായി പറയുന്നത്? നാട് വിട്ടപ്പോൾ അവൻ എല്ലാം മറന്നു. എടാ മോനെ, എത്ര കാലമായടാ ഞങ്ങളിവിടെ ഒറ്റയ്ക്ക് കഴിയുന്നു. നിന്റെ മക്കളെയെങ്കിലും വളർത്താമെന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. ഇനി ഞങ്ങൾക്ക് ആരാടോ ഉള്ളത്? ഓ മമ്മി, മമ്മിക്ക് ഡാഡിയും ഡാഡിക്ക് മമ്മിയും ഉള്ളപ്പോ പിന്നെ ആര് വേണം?
പിന്നെ നിങ്ങൾക്ക് കൂട്ടിന് അവനുമുണ്ടല്ലോ, നമ്മുടെ കൈസർ. ആൻഡ് യു നോ ഹീ സോ ലവ്ലി. ഓക്കെ മമ്മി, ഐ നീഡ് ടു ഗോ. ഐ എം ഇൻ എ ഹറി മമ്മി. കോൾ യു ലേറ്റർ. ഓക്കെ ബൈ. കരയരുതേ ചിരിയെ മതിയാകാതെ മാഞ്ഞെന്നാലും കവിയരുതേ മനമേ ചിരിയായാലും നോവായാലും. ആ ഇപ്പോൾ ഇതാണല്ലോ എല്ലായിടത്തെ അവസ്ഥ. പറഞ്ഞിട്ട് കാര്യമില്ല. കൈസറെങ്കിൽ കൈസർ, നീ അവനെങ്ങ് എടുത്തോണ്ട് വാ. കൈസർ ആരാ നിങ്ങൾക്കറിയോ? ഇവിടുത്തെ പട്ടിയ. പേരക്കുട്ടികളെ താലോലിക്കേണ്ട കൈകളിലേക്ക് മക്കൾ തരുന്ന സമ്മാനം. സഹൃദയരെ, അങ്ങനെ അകത്തുള്ളവരെല്ലാം പുറത്തും പുറത്തുള്ളവയെല്ലാം അകത്തുമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മുന്നോട്ട് ഇതിലും വലിയ വെല്ലുവിളികൾ നമ്മളെ കാത്തിരിപ്പുണ്ട്. അതുകൊണ്ട് നമുക്ക് സദാ ജാഗരൂകരായിരിക്കാം. പഴമയൊന്നും തിരിച്ചു കിട്ടിയില്ലെങ്കിലും പുതുമയുടെ ധാർമ്മികതയും മൂല്യബോധവും നഷ്ടപ്പെടാതെ നമുക്ക് സൂക്ഷിക്കാം. തിരുനാൾ ആശംസകളോടെ സെൻറ്റ് അൽഫോൺസ ഫാമിലി യൂണിറ്റ്.